ഹേ ഓൾ, അപ്പോൾ നമ്മൾ ഈ കാലിക്കറ്റ് സൈലം ക്യാമ്പസിലുള്ളത്. യെസ്, നമ്മുടെ CBCയുടെ ചുരം ചലഞ്ച് സീസൺ 4 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പം ഒരുപാട് റൈഡേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഫസ്റ്റ് എലൈറ്റാണ് സ്റ്റാർട്ടിൽ വരുന്നത്. ഫ്ലാഗ് ഓഫിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ലൈനപ്പ് ആവാണ്. എലൈറ്റ് കാറ്റഗറിയുള്ളവരെല്ലാം ലൈനപ്പായിട്ട് നിന്നിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ പൈലറ്റ് വെഹിക്കിളായിട്ടുള്ള 2 വെഹിക്കിൾസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. എല്ലാവരും സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നത്. ലൈറ്റ് ഫിനിഷ് ആയതോടെ അടുത്തതായിട്ട് ലേഡീസ് കാറ്റഗറിയാണ് പോകുന്നത്. വുമൺ കാറ്റഗറിയിൽ പിന്നെ കമ്പാരിറ്റീവ്ലി ആൾ കുറവാണ്, 7 ആൾക്കാരേ ഉള്ളൂ. ദെൻ ഫൈനലി മാസ്റ്റേഴ്സും സ്റ്റാർട്ടായി. മാസ്റ്റേഴ്സിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ലൈറ്റ് പോലെ തന്നെ 30+ കൗണ്ട് ഉണ്ട്. അങ്ങനെ നമുക്കെന്തായാലും പുറകെ പോയി നോക്കാം. ഇപ്പോൾ മാസ്റ്റേഴ്സിൽ പിന്നാലെ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ നല്ല പോകുന്നുണ്ട്. പക്ഷേ ലൈറ്റാരൊന്നും പിടിച്ചാക്കിയിട്ടില്ല. അവരിപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് അത്ലറ്റ്സ് ആയിട്ടുള്ള പ്രോ റൈഡേഴ്സ്. 6 മണിക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞൊരു 6:05 ആയപ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല ഇരുടാണ്. ഇപ്പം അത്യാവശ്യം ലേറ്റായിട്ടാണ് ലൈറ്റിങ് വരുന്നത്. അപ്പം മലാപ്പറമ്പ് ജംഗ്ഷൻ എത്തി. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ ഹരിയേട്ടനൊക്കെയാണ് ഫ്രണ്ട് പോകുന്നത്. നമ്മുടെ അഭിന മേഡം ഫുൾ ഓൺ പവറിൽ ചവിട്ടുന്നുണ്ട്. അഭിന സെറ്റല്ലേ? നമ്മൾ ഏകദേശം കൊടുവള്ളി കഴിഞ്ഞ് താമരശ്ശേരി എത്തി. ഇപ്പോഴാണ് ഏറ്റവും ഫ്രണ്ട് പോകുന്ന 2 ആൾക്കാരെ കാണാൻ പറ്റിയത്. SL7 റേസിങ്ങിലെ ശ്രീനാഥ ലക്ഷ്മികാന്തും C3 റേസിങ്ങിലെ സാൽവിനുമാണ് ഫ്രണ്ട് പോകുന്നത്. ഇവർ 2 ആളും ഒരുമിച്ച് തന്നെ പോകുന്നത്. എനിക്ക് തോന്നുന്നു അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോയിട്ട് ഫൈനൽ ടൈമിലേക്ക് ഫിനിഷിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് സ്പ്രിൻ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാന്നുള്ള പ്ലാനിലാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ വണ്ടി ഒരു 50 കിലോമീറ്റർ റേഞ്ച് പോയിന്നുണ്ട്. പക്ഷേ അവരോട് മുട്ടി നിൽക്കാനേ പറ്റുന്നില്ല. അവരെ ഫ്രണ്ടിലേക്ക് ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റുന്നില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നു. നിങ്ങൾക്ക് ചവിട്ട് കണ്ടാൽ മനസ്സിലാവും. അവരങ്ങനെ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ടുണ്ട്.
ഏകദേശം ഒരു 200 മീറ്റേഴ്സും കൂടെ ഫിനിഷിങ്ങിലേക്കുള്ളൂ. പക്ഷേ രണ്ടാളും മെല്ലെ തന്നെയാണ് പോകുന്നത്, എന്താണെന്നറിയില്ല. സാധാരണ ഉള്ള ഒരു ലാസ്റ്റ് ടൈം ഹറിബറി ഒന്നും കാണുന്നില്ല. യെസ് ഫിനിഷിംഗ് ലൈൻ കണ്ടവർ അവരെ സ്പ്രിൻറ്റ് ചെയ്തു. യെസ്, ശ്രീനാഥാണ് ഫ്രണ്ടിലുള്ളത്. യെസ്, ശ്രീനാഥ് ഈസ് ദ വിന്നർ. യെസ്, ഈ റൈഡറാണ് 3rd പൊസിഷനിലേക്ക് വരുന്നത്. പുള്ളിയും SL7 റൈഡറാണ്. ശ്രീനാഥ് ലക്ഷ്മികാന്തിൻ്റെ സ്റ്റുഡൻ്റാണ്. ലൈറ്റിൽ 3rd വരെ ഫിനിഷ് ചെയ്തു. ഇനി പുറകിലൊരു ബഞ്ചാണുള്ളത്. ഒരു 6 to 7 റൈഡേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അവരൊരുമിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഫിനിഷ് ചെയ്ത് ടോട്ടൽ ടീം ഇവിടെ ഉണ്ട്. പുള്ളിയാണ് ലെവൽ 1 ഫിനിഷ് ചെയ്ത്. ബ്രോ, പേര് ശ്രീനാഥ്. വയനാട് ഫിനിഷ് എവിടുന്നാ? ഊട്ടി. ബ്രോഡ് ഇതിൽ സെയിം തന്നെ. പുള്ളിയാണ് മാസ്റ്റേഴ്സ് കാറ്റഗറി ഫസ്റ്റ് ഫിനിഷ് ചെയ്ത്. संजीव कुमार शर्मा From where? Delhi. Delhi. Okay. And this bro? Masters was finished. 3 Delhi only. Delhi only. Malaria. One Delhi. Okay. അതാണ് മാസ്റ്റേഴ്സ് കാറ്റഗറി. നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഡൽഹി സെക്കൻഡ്. പിന്നാലെ ഒരുപാട് ആൾക്കാർ വന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്, നമ്മൾ അറിയുന്നത് അറിയാത്തവരായിട്ട്. ഈ വരുന്നത് നമ്മുടെ സ്വന്തം റാഫിക്കാണ്. റാഫിക്ക നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. 4th ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാസ്റ്റേഴ്സിൽ. വുമൺ കാറ്റഗറി എത്തി. വുമണിൽ ഫസ്റ്റാണിത്. ഇവളുടെ 3rd പൊസിഷനാണ് ഈ കയറുന്നത്. റൈസ് ഫിറ്റ് കോച്ചിങ്ങിലെ പാട്ടാണ്, അതിൽ മെമ്പറാണ്. സ്പ്രിൻ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ, സൂപ്പർ. നമ്മൾ വീണ്ടും ഒന്ന് താഴേക്ക് ഇറങ്ങിയതാണ് ബാക്കിയുള്ള റൈഡേഴ്സിനെ നോക്കി. അപ്പോൾ നമ്മുടെ സൂരജ്നാഥ് ബ്രോ ഉണ്ട്. പിന്നെ അങ്ങനെ അറിയുന്ന ഒരുപാട് ആൾക്കാർ മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. മെല്ലെ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20-25 റൈഡേഴ്സ് ഇപ്പോൾ മേലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും മേലെ കയറി വരുന്നുണ്ട്. നമ്മുടെ ബോസ്ക്ക് ഷാവുൽക്കൊക്കെ പോകുന്നുണ്ട്. അഭിനയൊക്കെ മേലെ എത്താനായിട്ടുണ്ട്. ഏകദേശം നെക്സ്റ്റ് നിയർ ടു 9th എയർപിൻമെൻ്റാണ്. നമ്മുടെ ക്ലബിൽ തന്നെ റൈഡറാണ്. അപ്പം എന്തായാലും എല്ലാവരുടെയും മാക്സിമം എഫേർട്ട് വെച്ച് കയറി വരുന്നുണ്ട്. പിന്നെ പുതിയ ആൾക്കാർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജിത്തു ബ്രോ ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിലെ ബേഴ്സാട്ടി റിസോർട്ടിലേക്ക് വന്നതാണ്. ഇവിടെയാണ് നമ്മളെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, മെഡൽ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. റിസോർട്ടാണ്, എല്ലാം അടിപൊളി റിസോർട്ട്. ഒരു ഫാം ഹൗസ് പോലെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ടോട്ടൽ ഇവൻറ്റ് വരുന്നത്. അപ്പം സമയം ഏകദേശം 11 മണിയാവുന്നു. അപ്പം ഏകദേശം 95% ആൾക്കാരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 1-2 ആൾക്കാരേ ഉള്ളൂ. അവർ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വിന്നറൊക്കെ അതിൽ പോകുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാവരും എത്തി. ജസ്റ്റ് ഇവിടുന്ന് വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കുകയാണ്. എല്ലാവരും ചവിട്ടി വന്നവരൊക്കെ ക്ഷീണത്തിലാണ്. നമ്മൾ അന്ന് റിസോർട്ടിലെ സീനറിയാണ്. ഇതൊരു ഫാം ഹൗസ് കൂടെയാണ്. കുറേ അരയന്നങ്ങളും പിന്നെ ഒട്ടകപ്പക്ഷിയൊക്കെ ഉണ്ട് അവിടെ. ഇതൊക്കെയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സീൻസ്. ഞാൻ ഈ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു എമർജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.